ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത്. 8ാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് അധ്യാപകരുടെ കടുത്ത പീഡനങ്ങൾ മൂലമാണ് അവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആത്മഹത്യ ചെയ്യുക. അപ്പൻ വഴക്ക് പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു, സ്കൂളിലെ അധ്യാപകർ വഴക്ക് പറഞ്ഞു എന്നുള്ളതൊക്കെ. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യരുത്. കാര്യം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാണ് സ്വർഗരാജ്യം നേടുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാത്തിരിക്കുന്നത് സ്വർഗരാജ്യമല്ല, മറിച്ച് നരകമാണ്, ചെകുത്താൻ്റെ സ്വന്തം നരകത്തിലോട്ട്. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ ഭൂമിയിലോട്ട് ജീവിച്ചത്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി, നമ്മുടെ ദൈവത്തിന് വേണ്ടി, ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും നമ്മുടെ വിഷമങ്ങളും കുറവുകളെല്ലാം ദൈവത്തോട് പറഞ്ഞ് അതിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താനല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ ഇന്ന് എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ആത്മഹത്യ ചെയ്യുക എന്നുള്ളതൊരു ആചാരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ. ഏശയ്യ 40:31 പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അതിനുള്ള പരിഹാരം കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കേണ്ടത് വലിയൊരു കാര്യമാണ്. ഇത്രയും കാലം നമ്മളെ നോക്കി വളർത്താൻ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇല്ലാത്ത പൈസയ്ക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ മേടിച്ചു തരികയും നമുക്ക് ബുക്കുകൾ മേടിച്ചു തരികയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്ന് നമ്മൾ ഇത്രത്തോളം അവർ നമ്മളെ വളർത്തിയിട്ടും അവർക്ക് നമ്മൾ നൽകുന്നതോ വേദനകൾ. അവർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെടുമ്പോൾ അത് എത്രത്തോളം വലിയ ഒരു വേദനയാണെന്ന് അത് അവർക്ക് മാത്രം അറിയുന്നതാണ്. നമുക്കതൊന്നും അറിയില്ല. നമുക്കെല്ലാം ഒരു കുട്ടിക്കളിയായി മാറിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ആരും ആവർത്തിക്കാതിരിക്കട്ടെ. ഇതിനുവേണ്ടി ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. താങ്ക് യു.